റിഗ്രഷൻ അനാലിസിസിൽ നമ്മളിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ പ്രോബ്ലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് റിഗ്രഷൻ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, എക്സാമിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആക്ച്വൽ വാല്യൂ മെത്തേഡാണ്. അതായത് നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലങ്ങളിൽ നമ്മൾ ആ ഒരു ഫോളോ ചെയ്തത്, നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് വൈ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ മെത്തേഡ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. എ പാനൽ ഓഫ് ജഡ്ജസ് എ ആൻഡ് ബി ഗ്രേഡഡ് 7 ഡിബേറ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് അവാർഡഡ് ദ ഫോളോവിങ് മാർക്സ്. അപ്പോൾ 2 ജഡ്ജുകൾ, അതായത് എ എന്ന് പറയുന്ന ജഡ്ജും ബി എന്ന് പറയുന്ന ജഡ്ജും 7 ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ അവർക്ക് ഇട്ട മാർക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഡിബേറ്റർ 1, 2, 3 തൊട്ട് 7 പേർക്ക് ഓരോ ജഡ്ജുകളും, അതായത് മാർക്ക് കൊടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ജഡ്ജ് പിന്നെ ബി എന്ന് പറയുന്ന ജഡ്ജ് അല്ലേ, അവർ കൊടുത്തിരിക്കുന്ന കറസ്പോണ്ടിങ് മാർക്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ നിങ്ങൾക്ക് എക്സ് ആയിട്ടും രണ്ടാമത്തെ എന്തായിട്ട് എടുക്കാം, വൈ ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ എക്സും വൈ എന്ന് നേരിട്ട് തരുന്നതിന് പകരം ഇതുപോലുള്ള മാർക്കോ അതെങ്കിലും മറ്റെന്തെങ്കിലും അങ്ങനെ പേരുകളാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ആദ്യത്തിന് എക്സ് രണ്ടാമത്തിന് വൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ദെൻ നോക്കുക, ആൻ 8th ഡിബേറ്റർ വാസ് അവാർഡ് 36 മാർക്ക് ബൈ ജഡ്ജ് എ. അപ്പോൾ ഇവിടെ നമുക്ക് 8ാമത്തെ ഒരു ഡിബേറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് എ എന്ന് പറയുന്ന ജഡ്ജ് 36 മാർക്സ് നൽകിയിട്ടുണ്ട് അല്ലേ. വൈൽ ജഡ്ജ് ബി വാസ് നോട്ട് പ്രസൻറ്റ്. അപ്പോൾ ഇവിടെ ബി ആ സമയത്ത് പ്രസൻറ്റ് അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ബി എത്ര മാർക്കായിരിക്കും നൽകിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് എ എന്ന് പറയുന്ന ജഡ്ജ് നൽകിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബിയുടെ മാർക്ക്, ബി നൽകിയ ജഡ്ജ് ബി നൽകിയ ആ ഒരു മാർക്ക് എത്രയായിരിക്കും എന്നുള്ളത് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇഫ് ദ ജഡ്ജ് ബി വാസ് ഓൾസോ പ്രസൻറ്റ്, ഹൗ മെനി മാർക്സ് വുഡ് യു എക്സ്പെക്ട് ഫ്രം ഹിം ടു അവാർഡ് ദ 8th ഡിബേറ്റർ അസ്യൂം ദ സെയിം ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഇൻ ദ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ്, ഇവർ ഫോളോ ചെയ്ത റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന ജഡ്ജ് കൊടുത്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബി എന്ന് പറയുന്ന ജഡ്ജിൻ്റെ മാർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, വൈ ഓൺ എക്സ് ആണ് ഇവിടെ ഇക്വേഷനായിട്ട് എടുക്കേണ്ടത് അല്ലേ. വൈ ഓൺ എക്സ് ഉണ്ട്, എക്സ് ഓൺ വൈ ഉണ്ട്. അപ്പോൾ വൈയുടെ ബേസിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതിൽ എക്സ് ഓൺ വൈ എടുക്കും. നമുക്കിവിടെ എക്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ വൈ ഓൺ എക്സ് ഇക്വേഷനാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതോടെ പറഞ്ഞിട്ടുണ്ട്, ലെറ്റ് ദ മാർക്സ് അവാർഡഡ് ബൈ ജഡ്ജ് എ ബി എക്സ് ആൻഡ് വൈൽ ദ മാർക്സ് അവാർഡഡ് ബൈ ജഡ്ജ് ബി ബി വൈ അല്ലേ. നമുക്ക് മാർക്ക് എയുടെ മാർക്കിനെ നമ്മൾ എക്സ് എന്നും ബിയുടെ മാർക്കിനെ വൈ എന്ന് എടുത്തിരിക്കുന്നു. ദ മാർക്ക് എക്സ്പെക്റ്റഡ് ടു ബി അവാർഡഡ് ബൈ ജഡ്ജ് ബി. അപ്പോൾ ബിയുടെ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് വൈ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത് ഓൺ ദി ബേസിസ് ഓഫ് എക്സ് അല്ലേ. അതുകൊണ്ട് നമുക്ക് വൈ ഓൺ എക്സ് കേട്ടോ, ഇതിങ്ങനെ വൈ ഓൺ എക്സ് എന്ന് എഴുതുക. വൈ ഓൺ എക്സ് ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എക്സ് വാല്യൂസ് എല്ലാം നമ്മൾ എക്സ് കോളത്തിൽ എഴുതി, വൈ എല്ലാം വൈ കോളത്തിൽ എഴുതി അല്ലേ. അതിനുശേഷം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കണ്ടുപിടിക്കുക, എക്സ് വൈയും കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ ഞാൻ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പരമാവധി പ്രോബ്ലംസ് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പല ക്ലാസ്സുകൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് മുൻ ക്ലാസ്സുകളുണ്ട്, അത് കാണാത്തവരെ കണ്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം, ടോട്ടൽ എടുക്കണം. ടോട്ടൽ എടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് അല്ലേ, വൈ ഓൺ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് ആ റിഗ്രഷൻ ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് എക്സ് ബാർ വേണം, വൈ ബാർ വേണം അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് എക്സ് ബാർ. 35 കിട്ടും. വൈ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ എല്ലാം ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് നമുക്ക് വൈ ബാർ അല്ലേ, വൈയുടെ മീൻ. നമുക്ക് ബി വൈ എക്സ് ആണ് ആവശ്യമുള്ളത്. വൈ ഓൺ എക്സ് ആയതുകൊണ്ട് ബി വൈ എക്സ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ടോട്ടലുകളെല്ലാം അതിൻ്റെ വാല്യൂസ് എല്ലാം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബി വൈ എക്സ് 0.587 നമുക്ക് കിട്ടും. അങ്ങനെ ബി വൈ എക്സും കിട്ടി, എക്സ് ബാറും കിട്ടി, വൈ ബാറും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ വൈ മൈനസ് വൈ ബാർ ഈസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ വൈ ബാർ എഴുതി, ഇവിടെ ഒപ്പം തന്നെ എക്സ് ബാർ ഇവിടെ കൊടുത്തു. അതുകൂടാതെ നമ്മൾ ബി വൈ എക്സ് കണ്ടുപിടിച്ച വാല്യൂ നമ്മൾ എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ചുരുക്ക രൂപത്തിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരണം അല്ലേ. അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇപ്പോൾ 0.587 ഇൻറ്റു എക്സ് നമുക്ക് 0.587 എക്സ് എന്ന് കിട്ടും. 0.587 ഇൻറ്റു -35 എന്ന് പറയുമ്പോൾ 20.545 കിട്ടും അല്ലേ. ബ്രാക്കറ്റിനുള്ള രണ്ടിനെയും ബ്രാക്കറ്റിന് പുറത്തുള്ള ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അങ്ങനെ എഴുതണം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മൾ ഈ -32
32.43 എന്ത് ചെയ്യണം, ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവന്ന് +32.43 ആയിട്ട് എഴുതിയിട്ട് വൈന് നമ്മളിവിടെ ഒറ്റയ്ക്ക് നടത്തണം അല്ലേ. അതിനുശേഷം നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. -20.545 +32.43 അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 11.885 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് റെഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇവിടെ എക്സ് എന്ന് കിടപ്പില്ലേ, അവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ ആയിട്ടുള്ള 36 അല്ലേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ജഡ്ജ് എ കൊടുത്തിരിക്കുന്ന മാർക്ക് 36 ആണെങ്കിൽ y കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണെന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മളിങ്ങോട്ട് എടുത്തെഴുതുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. എക്സിന് പകരം നമ്മൾ 36 എന്ന് എഴുതുന്നു. അതിനുശേഷം ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മതി അല്ലേ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് കിട്ടും. +11.885 നമുക്ക് ഇത് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 33.017 മാർക്കായിരിക്കും. ബി എന്ന് പറയുന്ന ജഡ്ജ് അവിടെ പ്രസൻ്റ് ആയിരുന്നെങ്കിൽ അപ്പോൾ 33 മാർക്ക് അല്ലേ ഈ ഒരു 8ാമത്തെ ഡിബേറ്ററിന് കൊടുക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതേ രീതിയിലാണ്. അപ്പോൾ ഇത് മറ്റൊരു പ്രോബ്ലമാണ്. ഇത് നമുക്ക് ചെയ്തിരിക്കുന്ന അതേ യൂഷ്വൽ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏജ് ഓഫ് ഹസ്ബൻഡ് എക്സ്, ഇവിടെ എക്സ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുകയാണ് ഇത് നോക്കുക, എസ്റ്റിമേറ്റ് ദ ഏജ് ഓഫ് വൈഫിൻ്റെ ഏജ് കണ്ടുപിടിക്കുക. വെൻ ഹസ്ബൻഡ് ഏജ് ഇസ് 32 അല്ലേ. അപ്പോൾ ഹസ്ബൻഡ് ഏജ് 32 ആണെങ്കിൽ വൈഫിൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എക്സ് ആണ് നൽകിയിരിക്കുന്നത്, വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ നോക്കുക, ഇവിടെ വൈ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമുക്ക് y ഓൺ എക്സ് അല്ലേ, എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് y ഓൺ എക്സ് ആണ് ഇക്വേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിവിടെ റെഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും കണ്ടുപിടിക്കുന്നുണ്ട്, കൂടാതെ നമ്മൾ റെഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സും കണ്ടുപിടിക്കുന്നുണ്ട്. ഈ y ഓൺ എക്സ് കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് ഓൺ വൈയും y ഓൺ എക്സും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് ആവശ്യമുണ്ട്, അത് BYXും BXY ഉണ്ടല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അത് ഉൾപ്പെടെ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ രണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ BXYയും കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് BXY വേണം. BYXും കണ്ടുപിടിക്കണം അല്ലേ. BYXും നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് BYXും കണ്ടുപിടിക്കും. അതിനുശേഷം 2 കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്തുകൊണ്ട് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രോബ്ലം, വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ടൈം ആൻഡ് ലാഗ്. നോക്കുക, ടൈം ലാഗ് ആൻഡ് ലീഡ് ഇൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ ടൈം ലാഗ് ആൻഡ് ലീഡ് ഇൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ ടൈം ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം, ദ ഫോളോവിങ് ആർ ദി മന്ത്ലി ഫിഗേഴ്സ് ഓഫ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് സെയിൽസ് ഓഫ് FM. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓരോ മാസവും ഉണ്ടാകുന്ന മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെൻറ്റിലുണ്ടാകുന്ന ചിലവ് ഓരോ മാസത്തെയും അതിൻ്റെ ഓരോ മാസത്തെയും ചിലവുകളും അല്ലേ, ഈ 2 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ജനറലി ഫൗണ്ട് ദാറ്റ്, അതിൻ്റെ ഒരു കൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈം ലാഗ് ആൻഡ് ലീഡ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ഹാസ് ഇറ്റ്സ് ഇമ്പാക്റ്റഡ് ഓൺ സെയിൽസ് ആഫ്റ്റർ 2 months. അതായത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഒരു മാസം നമ്മൾ പണം മുടക്കി കഴിഞ്ഞാൽ, ഒരു മാസം നമ്മൾ 2 ലക്ഷം രൂപ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി മുടക്കിയെന്ന് വിചാരിക്കുക, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് 2 മാസങ്ങൾക്ക് ശേഷമുള്ള സെയിൽസിലായിരിക്കുന്നതാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റൊക്കെ ആൾക്കാരെ കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരണം അല്ലേ. അതായത് ഈ വർഷം അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈ മാസം മുടക്കി കഴിഞ്ഞാൽ ഈ മാസം തന്നെ അത് സെയിൽസിൽ ഇൻക്രീസ് വരുത്തുന്നില്ല. അപ്പോൾ എപ്പോഴായിരിക്കും അത് ഇൻക്രീസ് വരുത്തിയിരിക്കുക, സെയിൽസിൽ മാറ്റം വരുത്തുന്നത് 2 മാസങ്ങൾക്ക് ശേഷമായിരിക്കും. അതായത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും സെയിൽസിലുണ്ടാകുന്ന മാറ്റവും തമ്മിൽ എപ്പോഴും 2 മാസത്തെ വ്യത്യാസം ഉണ്ടാകുമെന്നർത്ഥം. അപ്പോൾ അലവിങ് ഫോർ ദിസ് ടൈം, അങ്ങനെ ഒരു ആ ഒരു വ്യത്യാസം നമ്മൾ അനുവദിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് എസ്റ്റിമേറ്റ് ദ പോസിബിൾ സെയിൽസ് വെൻ കമ്പനി സ്പെൻഡ്സ് 250 ഓൺ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ R വാല്യൂ കണ്ടുപിടിക്കണം, ഒപ്പം തന്നെ കമ്പനിയുടെ സെയിൽസ് എത്രയായിരിക്കും. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് 250 മുടക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 250 രൂപ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ സെയിൽസ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. മന്ത് തന്നിട്ടുണ്ട്, ജനുവരി മുതൽ നമുക്ക് ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ തന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 50 ജനുവരി മാസത്തെയാണ്, സെയിൽസ് 1200 അങ്ങനെ ഓരോ മാസത്തെ സെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് ജനുവരിയിൽ മുടക്കുന്ന ഈ ഒരു 50 രൂപയ്ക്ക് നമുക്ക് എഫക്റ്റ് ഉണ്ടാകുന്ന 2 മാസങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടേബിൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ ജനുവരിയിൽ 50 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സെയിൽസ് 1600 രൂപയായിരിക്കും അല്ലേ. ഇനി നമുക്ക് 60 രൂപ ഫെബ്രുവരിയിൽ മുടക്കിയിരിക്കുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് സെയിൽസ് എന്ന് പറയുന്നത് 2000 ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 മാസങ്ങൾക്ക് അപ്പുറമുള്ള സെയിൽസാണ് നമ്മൾ Y ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സെയിൽസിന് നമ്മൾ Y ആയിട്ടും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് X ആയിട്ടും എടുക്കുന്നു അല്ലേ. അത് തന്നിരിക്കുന്നതിന് X ആയിട്ടും രണ്ടാമത് തന്നിരിക്കുന്നതിന് നമ്മൾ Y ആയിട്ട് എടുക്കുന്നു.
അപ്പോൾ നമുക്കിവിടെ ഈ 50ൻ്റെ നേരെ തന്നെ 1200 നമ്മൾ എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, 50ൻ്റെ ശേഷമുള്ള 2 മാസങ്ങൾക്ക് ശേഷമുള്ള, അതായത് ജനുവരിക്കും ഫെബ്രുവരിക്കും ശേഷമുള്ള മാർച്ചിലെ സെയിൽസാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാവുള്ളൂ. ഫെബ്രുവരിയിലെ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഏപ്രിലിലെ ആ ഒരു സെയിൽസാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വ്യത്യാസം മനസ്സിലാക്കി വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി. ഇനി ഇവിടെ വലിയ സംഖ്യകളാണ് 1200, 1500, 1600 തുടങ്ങിയ വലിയ സംഖ്യകളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ആയിട്ട് സംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് അതിനെ ചെറുതാക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 50നെ നമ്മളിവിടെ 50നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ് വേരിയബിളിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 50 ഡിവൈഡ് ബൈ 10 5ആണ്, 60 ഡിവൈഡ് ബൈ 10 6ആണ്. അങ്ങനെ നമുക്ക് എക്സ് വാല്യൂസിന് നമുക്ക് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതേ സംഖ്യ കൊണ്ട് ബാക്കി എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് ചെറുതാക്കിയിട്ടുണ്ടോ. അപ്പോൾ തന്നെ വൈനെ നമ്മൾ ഒരു 100 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1200നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12 വരും. പക്ഷേ നമുക്ക് എന്താണ് ഈ ഒരു എക്സ് ജനുവരി മാസത്തെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് മാർച്ചിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കുക, ഇവിടെ നമ്മൾ 5, അതായത് 50നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5 എന്ന് എഴുതി. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സെയിൽസ് എടുക്കേണ്ടത് മാർച്ചിലെയാണ്. 1600നെ കോമൺ ആയിട്ട് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്ത് എഴുതി, 16 എന്ന് എഴുതി. നമുക്ക് 2000നെ അടുത്തത് നമുക്ക് 2000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 20 എന്ന് എഴുതി. 2200നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 22 എന്ന് എഴുതി. അപ്പോൾ അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഈ 2 മാസത്തെ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഈ സെയിൽസിൻ്റെ എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കണ്ടുപിടിക്കുക, എക്സ് വൈ കണ്ടുപിടിക്കുക. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇതിനെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ, ഈ എക്സ് നമ്മൾ എടുത്തു 84 എടുത്തു, അതിനെ ഡിവൈഡ് ബൈ എൻ അല്ലേ. എൻ എന്ന് വെച്ചാൽ 8 ഐറ്റമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏത് സംഖ്യ കൊണ്ടാണോ നമ്മളതിനെ ഈ ഒരു കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഈ ഒരു ഐറ്റത്തിൻ്റെ ഇത് ക്വാണ്ടിറ്റി കുറച്ചത്, അതുകൊണ്ട് നമ്മൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് 84/8 × 10 105 എന്ന് കിട്ടും നമുക്ക് എക്സ് ബാർ. വൈ ബാർ അതുപോലെ തന്നെ 190 ഡിവൈഡ് ബൈ 8 എന്ന് എഴുതിയിട്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. കാരണം ഇവിടെ നമ്മൾ 100 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ വൈനെ എല്ലാം നമ്മൾ വാല്യൂ കുറച്ചിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈ ബാർ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, തിരിച്ച് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു വൈ ബാർ ആവശ്യമുണ്ട്. 2375 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് കോമൺ ആയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. BXY ചെയ്യുക. അപ്പോൾ BXYയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ടോട്ടൽ തന്നെ എടുത്താൽ മതി. അതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, BXYയുടെ എമൗണ്ട് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ എക്സ് മൈനസ് എക്സ് ബാർ വെച്ചെടുത്ത് നമുക്ക് എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ വെച്ചുകൊണ്ട് അവിടെ നമ്മൾ ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് എക്സ് ഓൺ വൈ ഇക്വേഷൻ കിട്ടും. ഇനി വൈ ഓൺ എക്സ് അല്ലേ, വൈ ഓൺ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അത് നമ്മൾ അതുപോലെ തന്നെ ഇത് വൈ ബാറും എക്സ് ബാറും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ, രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്ന വൈ ബാർ എക്സ് ബാർ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. അതിനുശേഷം BYX കണ്ടുപിടിക്കുക, 0.908 എന്ന് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എമൗണ്ട് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ കിട്ടും അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വൈയുടെ വാല്യൂ, അതായത് സെയിൽസ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 250 ആകുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമുക്ക് വൈ കണ്ടുപിടിക്കണം എക്സിനെ ബേസ് ചെയ്തല്ലേ. അപ്പോൾ വൈ ഓൺ എക്സ് ഇക്വേഷൻ അല്ലേ, അതായത് ഈ ഒരു ഇക്വേഷനിലേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതായത് ഇതിലേക്ക് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എക്സിൻ്റെ ഭാഗത്തേക്ക് എന്ത് കൊടുക്കണം, 250 ഇട്ട് കൊടുക്കണം. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ 250 ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 250 ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 227 കിട്ടും പ്ലസ് 2279.66 അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 2506 എന്ന് കിട്ടും അല്ലേ. അതായത് ഏകദേശം നമുക്ക് 2507. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 250 കൂട്ടുവാണെങ്കിൽ സെയിൽസ് എത്രയാവും, 2507 ആവുമെന്ന് മനസ്സിലാവും അല്ലേ. ഇനി നമുക്ക് 6 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. BXYയും BYX നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 6 നമുക്ക് ലഭിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഷോർട്ട് പ്രോബ്ലംസ് എക്സാമിലേക്ക് ഇതുപോലുള്ള സാധാരണ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോർട്ട് പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.